വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സി എം പറഞ്ഞിട്ടില്ല. അരുൺ എവിടെ അത് കേട്ടതെന്ന് പറഞ്ഞു. ഈ നിമിഷവും ഞാൻ പറഞ്ഞുതരാ, ഞാൻ ഇനിയിപ്പോൾ ഇതിന്ന് ഈ പറഞ്ഞ പോലെ ഇവരിൻ്റെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ പി ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ്, കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കലക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിൻ്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ്. ഇത് PV അൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-നെ ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-നെ ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ൻ്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്താ ഇവർ പറയാത്തത്? ഇവരുദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാർ മാത്രമൊന്നുമല്ല, പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്. അല്ല, അത് CM പറഞ്ഞു, ഞാൻ കേട്ടല്ലത്. ഞാൻ ഇപ്പോൾ CM-ന് കൊടുത്ത പരാതി എന്താ? സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്തെന്താ? അത് പൊളിറ്റിക്കലാണ്. അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അദ്ദേഹം സ്ഥലത്തില്ല. അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ. പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു നിലപാട് മതിൽ പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ. അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്. ആ 11 ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർ അന്വേഷിച്ചാൽ കാണും. തിരുവനന്തപുരം സിറ്റിയിൽ അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടിപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. പാർട്ടി അന്വേഷിക്കട്ടെ. എന്നിട്ട് ഇതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പൊന്നാര അൻവറേജി പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് എന്നെ പറ്റില്ല, നീ പറഞ്ഞ മുഴുവൻ കളവെന്ന് പാർട്ടി എന്നോട് പറയട്ടെ. അപ്പോഴല്ലേ എനിക്ക് ആരെയൊക്കെ ഉണ്ടുള്ളൂ.